ഹലോ കൈഫ ഹാലുക്കും യാ തുഫാലി സയ്യനൂൻ. എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മന്ദൂമയാണ് അല്ലേ? ഈദുൻ സഈദുൻ ആ പാഠഭാഗത്തിലെ മന്ദൂമ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്തു ചെയ്തു? നമ്മൾ പ്രാസമൊപ്പിച്ചു, കണ്ടുപിടിച്ചു അല്ലേ വരികളൊക്കെ. എന്നിട്ട് നിങ്ങൾ എഴുതുകയും ചെയ്തു. ഈദിന് കുട്ടികളും മുതിർന്നവരുമൊക്കെ ധരിച്ചിരുന്ന ലിബാസുകൾ അഥവാ വസ്ത്രങ്ങൾ എന്തായിരുന്നു? ജദീദായിരുന്നു അല്ലേ? പുതിയതായിരുന്നു. ഓക്കെ, പണ്ടുള്ള മനുഷ്യർ ധരിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് അവർ ധരിച്ചിരുന്നത്? എങ്ങനെയാണ് അവർ വസ്ത്രമുണ്ടാക്കിയത്? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കുഞ്ഞുമക്കളെ. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? അയ്യേ, ഇതെന്ത് ചോദ്യമെന്നാണോ? എങ്കിൽ അറിയുന്ന കൂട്ടുകാർ ഉറക്കെ പറയൂ. എന്താണ് വസ്ത്രധാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറയൂ, എല്ലാവരും പറയൂ, ഉറക്കെ പറയൂ, കേൾക്കുന്നില്ല. എന്താണ്? എന്തൊക്കെയാണ് വസ്ത്രത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുക? ആഭരണങ്ങൾ, വള, പിന്നെ കാൽച്ചിലങ്ക, മാല, ഇതൊക്കെ വസ്ത്രമാണോ? ആണോ? കണ്ണട വസ്ത്രമാണോ? അല്ലേ? അതേതാണ് ശരി? ആഭരണങ്ങളും കണ്ണടകളും ഒന്നും എന്തല്ല, വസ്ത്രധാരണത്തിൽ പെടുന്നതല്ല. പിന്നെ എന്താ ഈ വസ്ത്രധാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരീരത്തെ തുണികൾ ഉപയോഗിച്ച് മറച്ചു പിടിക്കുക. എന്താണ്? നമ്മുടെ ശരീരഭാഗങ്ങളെ തുണികൾ ഉപയോഗിച്ച് മറച്ചു പിടിക്കുക എന്നതാണ് ലിബാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും വസ്ത്രം ധരിക്കുന്നുണ്ട് അല്ലേ? അതെ. ഓരോ സമൂഹത്തിനും, ഓരോ രാജ്യത്തിനും, ഓരോ നാട്ടിനും അവർ താമസിക്കുന്ന സ്ഥലത്തെയും കാലാവസ്ഥയെയും സംസ്കാരവുമായിട്ട് ഈ വസ്ത്രധാരണത്തിന് വലിയ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഇതുപോലുള്ള വസ്ത്രം ഇപ്പോൾ ആരെങ്കിലും ധരിക്കുമോ? ഇത് പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മുമ്പ് ഈജിപ്തുകാർ ധരിച്ചിരുന്ന വസ്ത്രമാണ്. ഇനി നമുക്ക് അടുത്ത ചിത്രം കാണാം. ഇത് പുരാതനമായ പണ്ടേയുള്ള ഗ്രീക്കുകാർ ധരിച്ചിരുന്ന വസ്ത്രരീതി ഇതായിരുന്നു. ആലോചിച്ചു നോക്കൂ. തയ്യൽ മെഷീനോ ടൈലറിങ് യന്ത്രമോ ഒന്നുമില്ലാത്ത ഒരു കാലത്ത് എന്താണിവർ ഡ്രസ്സായിട്ട്, വസ്ത്രമായിട്ട്, ലിബാസായിട്ട് ഉപയോഗിച്ചിരുന്നത്? ആർക്കെങ്കിലും പറയാമോ? ഓക്കെ കൂട്ടുകാരെ, ഉറക്കെ പറഞ്ഞോളൂ. നിങ്ങളുടെ ഉത്തരം എനിക്ക് കേൾക്കണം. ഓക്കെ, അപ്പോൾ ആർക്കും അറിയില്ല? എന്നാൽ ഞാൻ തന്നെ പറയാം. പണ്ടുകാലത്ത് മനുഷ്യൻ വേട്ടയാടി പിടിച്ചിരുന്ന ജീവികളുണ്ടാകുമല്ലോ. അവരുടെ ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്താക്കും? മൃഗങ്ങളെ വേട്ടയാടി പിടിക്കും. അങ്ങനെ അവയുടെ തോൽ എന്താണ്? മൃഗങ്ങളുടെ തോലാണ് അവൻ വസ്ത്രമായിട്ട് ഉപയോഗിച്ചത്. ഇത് പണ്ടത്തെ കാലമാണ് കേട്ടോ. എങ്ങനെയാണ് വേട്ടയാടി പിടിച്ചിരുന്ന ജീവികളുടെ തോല് വസ്ത്രമാക്കുക? അങ്ങനെ തന്നെ ഉടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് ചൊറിയില്ലേ അല്ലേ? അതിൻ്റെ ചോരയും അതിൻ്റെ മാംസത്തിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടാവില്ലേ? ആകെ ബുദ്ധിമുട്ടൂല്ലേ? തോൽ കുറച്ചു കാലം മാത്രം അവൻ ഉപയോഗിച്ചു. കുറച്ചു കാലം ഉപയോഗിക്കാൻ പറ്റൂ. പിന്നെ അതിൻ്റെ മണവും ഒക്കെ പ്രയാസപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ അപ്പോൾ എന്താണ് അവൻ ചെയ്തതെന്നറിയുമോ? മൃഗത്തിൻ്റെ തോല് കുറച്ചു കാലം മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. തോല് സംസ്കരിക്കുക അല്ലേ, നന്നാക്കിയെടുക്കുക, വൃത്തിയാക്കിയെടുക്കുക, ഉണക്കിയെടുക്കുക, ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായി. അങ്ങനെ അവൻ എന്താ ചെയ്തത്? പുതിയ വഴി ഇങ്ങനെ തേടിക്കൊണ്ടിരുന്നു. മൃഗങ്ങളുടെ തോല് മെല്ലെ മനുഷ്യൻ ഒഴിവാക്കി. പിന്നീട് വന്നത് മരത്തിൻ്റെ തോൽ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ്
എത്ര? 1-2 കേട്ടോ. 30,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ എന്തു കണ്ടുപിടിച്ചു? തയ്യൽ സൂചി കണ്ടുപിടിച്ചു. തയ്യൽ സൂചി അവൻ ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവുകൾ നരവംശാസ്ത്രജ്ഞർ നൽകുന്നുണ്ട്. ഇരിക്കട്ടെ. പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം ആകാംക്ഷയാവുന്നുണ്ട് അല്ലേ വസ്ത്രത്തിൻ്റെ കഥ കേൾക്കാൻ? ആഘോഷങ്ങൾക്ക് മാത്രമാണോ വസ്ത്രം ധരിക്കാറുള്ളത്? അല്ലെങ്കിൽ വസ്ത്രം തയ്ക്കാറുള്ളത്? കല്യാണം അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ വിവാഹം ഉണ്ടാകുമ്പോൾ മണവാളനും മണവാട്ടിയുമൊക്കെ പുതിയ നല്ല വസ്ത്രം ധരിക്കാറുണ്ട് അല്ലേ? ആഘോഷങ്ങൾക്കും വേണ്ടി മാത്രമാണോ നമ്മൾ വസ്ത്രം ധരിക്കാറുള്ളത്? വസ്ത്രം പുതുതായി വാങ്ങാറുള്ളത് അല്ല അല്ലേ? സമൂഹത്തിന് അറിയിപ്പുകളായി നൽകുവാൻ വേണ്ടി വസ്ത്രം ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെ? പോലീസ്, പട്ടാളം, ഡോക്ടർമാർ, നഴ്സുമാർ ഇവരൊക്കെ നമ്മൾ ധരിക്കുന്നത് പോലെ സാധാരണ വസ്ത്രമാണോ വേഷമാണോ ധരിക്കാറുള്ളത്? അല്ലല്ലോ. അപ്പോൾ അതിനൊരു ആഗോള മാനദണ്ഡം. എൻ്റെ അമ്മോ, അതെന്താണെന്നോ? എല്ലാ രാജ്യത്തും ഒരേപോലെ ചില നിയമങ്ങളുണ്ട്. ഓക്കെ, കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കൂട്ടുകാരെ, ശരീരത്തെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുക എന്നതാണ് വസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇത് മാത്രമാണോ ലക്ഷ്യം? അല്ലേ അല്ല. സൂര്യൻ്റെ പ്രകാശം, നന്നായി ചൂടുണ്ടാവും ചില സ്ഥലത്ത് അല്ലേ? അതുപോലെ തന്നെ തണുപ്പും ഉണ്ടാവും. അപകടങ്ങൾ, രാസവസ്തുക്കൾ, കെമിക്കൽസ് അല്ലേ? ആയുധങ്ങൾ, രോഗാണുക്കൾ, പ്രാണികൾ ഇവയുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ കാക്കണ്ടേ, സംരക്ഷിക്കണ്ടേ? തണുപ്പിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണ്ടേ? അപകടങ്ങൾ, വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നുള്ള വസ്ത്രധാരണ രീതിയും നമ്മുടെ വസ്ത്രധാരണ രീതിയും ഒന്നാണോ? അല്ല. ശരി, നമുക്കിനി നമ്മുടെ നാട്ടിലേക്ക് വരാം. കേരള, നമ്മുടെ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ മലയാളിക്ക് അല്ലേ, നമ്മളൊക്കെ മലയാളികളല്ലേ, മലയാളം സംസാരിക്കുന്നവർ മലയാളികളാണ് അല്ലേ? മലയാളികൾക്ക് നമ്മുടെ നാടിനും കാലാവസ്ഥയും ഇണങ്ങിയതായ തനതായ വേഷ സംവിധാനങ്ങളുണ്ട് അല്ലേ? പുരുഷന്മാർ സാധാരണ ധരിക്കുന്ന വസ്ത്രം ഏതാണ്? മുണ്ടും ഷർട്ടുമാണ്, അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടുമാണ് അല്ലേ? കള്ളിമുണ്ട് ധരിക്കാറുണ്ട് അല്ലേ? സ്ത്രീകൾക്കോ സാധാരണ വേഷം സാരിയാണ് അല്ലേ? ഓക്കെ, ഇന്ന് വിദേശത്തിലെ വസ്ത്രങ്ങളായ പാൻറ്റ്, ഷർട്ട്, ചുരിദാർ, ജീൻസ് ഇതൊക്കെ നമ്മുടെ ഭാഗമായി, ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് അല്ലേ? ശരി, നിങ്ങളെന്താണ് ധരിച്ചിരിക്കുന്നത് എന്ന് ഉറക്കെ പറയൂ. നിങ്ങൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താണ്? ഉറക്കെ പറയൂ, കേൾക്കുന്നില്ല കേട്ടോ. ബോർഡിൽ നിങ്ങൾ ഒരു ചിത്രം കാണുന്നില്ലേ? എന്തിൻ്റെ ചിത്രമാണത്? പറയൂ. എഴുതിയത് കാണുന്നില്ലേ? പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ. വെരി ഗുഡ്. കമീസ്. എന്താണത്? കമീസ്. വീട്ടിൽ കമീസ് ആരെല്ലാം ഇടാറുണ്ട്, ധരിക്കാറുണ്ട്? പറയൂ, ആരൊക്കെയാണ് കമീസ് വീട്ടിൽ ധരിക്കാറുള്ളത്? ഓക്കെ, പിന്നെ ആരാ? ഓക്കെ, നമുക്കിനി മറ്റൊരു ചിത്രത്തിലേക്ക് പോകാം. ഇത് എല്ലാവരും കണ്ടിട്ടില്ലേ? ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കാറുള്ളത്, ഇത്തരത്തിലുള്ള ലിബാസ് ധരിക്കാറുള്ളത്? ആരാണ്? ഓക്കെ, നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികളാണ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുള്ളത് അല്ലേ? തെന്നൂറത്ത്. എന്താണ് ഇതിന് പറയുക? തെന്നൂറത്ത്. അറിയാലോ, തെന്നൂറത്ത്. ഒന്നുകൂടി പറയൂ, ഉറക്കെ പറ, മിണ്ടാതിരുന്നാൽ മതിയോ? ഉറക്കെ പറയൂ. എന്താണ് ഇതിന് പറയുക? തെന്നൂറത്ത്. ആരൊക്കെയാ ഇന്ന് തെന്നൂറത്ത് ഉടുത്തിരിക്കുന്നത്? ഫാത്തിമ, പിന്നെ ഓക്കെ, ഇനി നാളെ നിങ്ങളെല്ലാവരും, പെൺകുട്ടികളെല്ലാവരും തെന്നൂറത്ത്
ധരിക്കണം. എന്നിട്ട് ഗ്രൂപ്പിലേക്ക് ഫോട്ടോ അയച്ചു തരണം. സൈൻ നമുക്കിനി അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയുന്നവർ പറഞ്ഞോളൂ, ഇതെന്താണ്? കൂട്ടുകാരെ, ഇത്തരം വസ്ത്രങ്ങൾ ആരാണ് ഇടാറുള്ളത്? ഏത് കാലാവസ്ഥയിലാണ് ഇത്തരം വസ്ത്രങ്ങൾ ആവശ്യമുള്ളത്? ഇതിന് പറയുന്നത് എന്താണ്? മിഅ്ത്വാഫ്. എന്താണ് ഇതിന് പറയുക? മിഅ്ത്വാഫ്. നിങ്ങൾക്ക് വീട്ടിൽ ആരുടെയെങ്കിലും അടുത്ത് മിഅ്ത്വാഫ് ഉണ്ടോ? അടുത്തത് നോക്കാം. കൂട്ടുകാരുടെ ചേച്ചിമാർ അല്ലെങ്കിൽ അമ്മമാർ അല്ലേ, അൽ ഉമ്മു വൽ ഉഖ്ത്, ഇത്തരം വസ്ത്രങ്ങൾ ഇടാറുണ്ട്. എന്താണ് ഇതിൻ്റെ പേരറിയുമോ? ആർക്കെങ്കിലും അറിയുമോ? ഉറക്കെ പറയൂ. ബോർഡിൽ കണ്ടില്ലേ? വായിച്ചു നോക്കൂ. എന്താണത് പറയുക? അബാഅത്തുൻ. എന്താണ് അതിന് പറയുക? അബാഅത്തുൻ. അബാഅത്ത് ഇഷ്ടമായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് പോകാം. നമ്മുടെ ഈ ചിത്രത്തിൽ 8 തരം വസ്ത്രങ്ങളുണ്ട് അല്ലേ? ഒന്നാമത്തെ വസ്ത്രം ഏതാണ്? അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഉറക്കെ വായിക്കൂ. തെന്നൂറത്ത് അല്ലേ? തെന്നൂറത്ത് ആരാണ് ധരിക്കുക? അഹാണോ ഉഖ്താണോ? അഹ് ധരിക്കുമോ തെന്നൂറ? ഇല്ല, നമ്മുടെ സഹോദരങ്ങൾ തെന്നൂറ ധരിക്കില്ല. ഉഖ്ത് ധരിക്കാറുണ്ട് അല്ലേ? നമ്മുടെ സഹോദരികൾ തെന്നൂറ ധരിക്കും. ഖമീസ്. അടുത്തത് ഖമീസ് ആരാണ് ധരിക്കാറുള്ളത്? അഹാണ് അല്ലേ? അപ്പോൾ ഞാൻ അറബിയിൽ അത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കണം. യൽബസുൽ അഹു എന്താണ്? അൽ ഖമീസ്. യൽബസു ധരിക്കുന്നു, അൽ അഹു ആരാണ് ധരിക്കുന്നത്? അഹാണ് ധരിക്കുന്നത്. എന്താണ് ധരിക്കുന്നത്? അൽ ഖമീസ. യൽബസുൽ അഹു അൽ ഖമീസ അല്ലേ? ഇതുപോലെ കൂട്ടുകാർക്ക് ആരൊക്കെ എന്തൊക്കെ ഡ്രസ്സുകളാണ് ധരിക്കാറുള്ളത് എന്ന് പറയാം. 2 വാക്കുകളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുക. യൽബസു എന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവൻ ധരിക്കുന്നു. അതേതാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? യൽബസു. യെസ്, മുദക്കർ അഥവാ പുല്ലിംഗത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കാം. തൽബസു, അവൾ ധരിക്കുന്നു. അത് ഏതിനാണ് ഉപയോഗിക്കുക? സ്ത്രീലിംഗത്തിനാണ് ഉപയോഗിക്കുക അല്ലേ? അപ്പം നിങ്ങൾ എന്താക്കണം? വസ്ത്രം ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കുക. അതിൻ്റെ കൂടെ യൽബസു അല്ലെങ്കിൽ തൽബസു ആണോ ചേർക്കേണ്ടത് എന്ന് നോക്കുക. ആദ്യം നിങ്ങളുടെ ഖുറാസയിലേക്ക് നോട്ടിലേക്ക് എഴുതുക, പിന്നെ പേജ് 12ലേക്ക് പകർത്തി എഴുതുക. മഅസ്സലാമ.